ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ റോസ്ലി ബേ ആൻഡ് വേംസെറ്റ്. ഈ സ്ഥലം സ്ഥിതി ചെയ്തിരിക്കുന്നത് സൗത്ത് വെയിൽസിനാണ്. സൗത്ത് വെയിൽസിൽ ഗോവർ പെനിൻസുല ഏരിയയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ദ സൂപ്പർ മോഡൽ ഓഫ് ബ്രിട്ടീഷ് ബീച്ചസ്, ഇങ്ങനൊരു വിളിപ്പേര് കൂടി ഈ റോസ്ലി ബേക്കുണ്ട്. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിനൊരു ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ളൊരു സീനറി തന്നെയാണ്. ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറേ കുതിരകളെ കാണാം. ഈ കുതിരകൾ രാവിലെ മേയാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. രാവിലെ വന്നാൽ മാത്രമേ ഇത് കുതിരകളെ കാണാനും ഇൻട്രാക്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. കൂടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാം. ഇതിന് വലിയ പേടിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുതിരകളാണ്. ചവിട്ട് കിട്ടാതെ നോക്കിക്കോണം, അത് ഞാൻ ഗ്യാരണ്ടി അല്ല. രാവിലെ ചെന്നാലേ കുതിരയെ കാണാൻ പറ്റത്തുള്ളൂ പറഞ്ഞതിൻ്റെ റീസൺ, തിരിച്ച് ആ വേംസെറ്റൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഏകദേശം ഉച്ചയോടെ ആയി. ആ സമയത്ത് കുതിരയൊന്നും ഞാൻ കണ്ടില്ല അവിടെ. അപ്പോൾ അതാ പറയുന്നത്, രാവിലെ പോകുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുതിരയെ കാണുകയും അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. എൻട്രൻസ് ഭാഗത്ത് തന്നെ പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണ്. 10 താഴെ ഉള്ളൂ റേറ്റ്. ഒരു ഫുൾ ഡേ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബീച്ചും ഈ ക്ലിഫും എല്ലാം കറങ്ങി കണ്ടതിന് ശേഷം പോവാം. പിന്നെ ലോ ടൈഡ് ടൈമിൽ പോകുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. കാര്യം ഈ കാണുന്ന ആ കടൽ നടുക്കുള്ള പാലം പോലെ കണ്ടില്ലേ, പാലമല്ല ആക്ച്വലി, അത് ഒരു നമുക്ക് പുറമേ നോക്കുമ്പോൾ ഒരു പാലം പോലെ തോന്നുമെങ്കിലും അതൊരു ലാൻഡ് സ്പേസ് ആണ്. അതിനാണ് വേംസെറ്റ് എന്ന് പറയുന്നത്. അത് വേംസെറ്റ് എന്ന് വിളിക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഇതിൻ്റെ ഏരിയൽ ഷോട്ട്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു പുഴുവിൻ്റെ അല്ലെങ്കിൽ ഒരു വേമിൻ്റെ കണക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് അതിനെ വേംസെറ്റ് എന്നുള്ളൊരു പേര് വന്നത് ആ സ്ഥലത്തിന്. ഞാൻ ചെന്ന ടൈം നല്ലതായതുകൊണ്ട് ലോ ടൈഡ് ടൈം ആയിരുന്നു. ജൂൺ 2 തോന്നുന്നു ഞാൻ പോയത്. അപ്പം അവിടെ ഓപ്പണിംഗ് ടൈമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈം പോയതുകൊണ്ട് മാത്രം എനിക്ക് ആ വേംസെറ്റിലോട്ടും പോകാൻ പറ്റി. കഴിവതും ലോ ടൈഡ് ടൈമിൽ പോകാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അതുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രമേ പോകാവൂ, ഇല്ലെങ്കിൽ പെട്ടുപോകും. കാര്യം അത് ഇച്ചിരി ദുർഘടമായ പാതയാണ്. കല്ലുമൊക്കെ കയറി ഇറങ്ങിയതുകൊണ്ട് ഇതുപോലെ ഈ കാണുന്നതാണ് അങ്ങോട്ടേക്കുള്ളൊരു വഴി. ഇതിപ്പോൾ ലോ ടൈഡ് ടൈമിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ആൾ പുറമേത് കാണുന്ന പോലെയല്ല, ഒരു ഭയങ്കര ഇറഗുലറാണ്. പോകാൻ നല്ല ബുദ്ധിമുട്ടുമാണ്. നല്ല ഗ്രിപ്പുള്ള ഷൂസൊക്കെ ഇട്ട് പോവുക, ഇല്ലെങ്കിൽ തെന്നി വീഴാനും ചാൻസസ് ഉണ്ട്. പിന്നെ നടക്കാൻ നല്ലൊരു താല്പര്യം ഉണ്ടായതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്തു. പക്ഷെ അത് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. നടുക്കൂടെയൊക്കെ നടന്നു പോയി ചാടി കടന്നൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫീലായിരുന്നു. ഇതുപോലുള്ള ക്ലിഫ്സും ബീച്ചസും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. സൗത്ത് വെയിൽസ് പോകാൻ പ്ലാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുകൂടെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. ഇൻ കേസ് വേംസെറ്റിലേക്ക് ചാടിക്കിടന്ന് പോകാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ക്ലിഫ്സൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം തിരിച്ചു വരാമെന്നേ ഉള്ളൂ. ഒരു ഫുൾ ഡേ, അതായത് ആ വേംസെറ്റൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് അവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോ ടൈഡ് ടൈമിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ എക്സ്പ്ലോർ എവറിത്തിങ്. ഈ ഒരു അബാൻഡൻ്റായി കിടക്കുന്ന വീട്, അത് എന്തോ പുറമേ നോക്കിയപ്പം നല്ലൊരു ഭംഗി ഉണ്ടായതുകൊണ്ട് ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്തതന്നേ ഉള്ളൂ. അതിനകത്തൊന്നുമില്ല, ജസ്റ്റ് എംപ്റ്റി സ്പേസ് ആണ്. അടുത്തുനിന്ന് നോക്കിയായിരുന്നു. അത് ഈ മലനിരകൾക്കിടയിൽ ആ ഒരു വീട് കാണുമ്പോഴത്തേക്കൊരു പ്രത്യേക രസമുണ്ട്. അടുത്തുനിന്ന് നോക്കിയായിരുന്നു. നോക്കിയിട്ട് അതിനകത്തൊന്നുമില്ല, ജസ്റ്റ് എംപ്റ്റി സ്പേസ് ആണ്. വേംസെറ്റിലേക്ക് പോകാനുള്ള വഴിയാണ് ഈ തെളിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സെൻറ്റ് മൈക്കിൾസ് മൗണ്ടിൻ്റെ വീഡിയോ കണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതുമായിട്ട് സാമ്യമുണ്ട്. സെൻറ്റ് മൈക്കിൾസ് മൗണ്ട് നിരപ്പായ പാതയായിരുന്നു, എന്നാൽ ഇത് നിരപ്പായതല്ല, കുറച്ച് ഇറഗുലറാണ്. അതുകൊണ്ട് ആ കാണിച്ചിരിക്കുന്ന ബോർഡാണ് ലോ ടൈഡിൻ്റെ ടൈം കാണിച്ചിരിക്കുന്നത്. നമുക്ക് എൻട്രൻസ് എത്ര മണി മുതൽ എത്ര മണി വരെ ആണെന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ പോയ ഡേറ്റും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്.
നമ്മൾ ചെല്ലുന്ന സമയത്ത് ലോ ടൈഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരവിടെ വെച്ചിരിക്കും എത്ര മണി മുതൽ എത്ര മണി വരെ നമുക്ക് ആക്സസിബിൾ ആണെന്നുള്ളത്. ആ ഒരു ടൈമിനകത്ത് നമ്മൾ തിരിച്ച് വരികയും വേണം. ഇവിടെ കോസ്റ്റൽ ഗാർഡ്സ് ഒന്നുമില്ല. സോ നമ്മളവിടെ പെട്ടുപോയാൽ പെട്ടതാ. പിന്നെ അവസാനം എത്ര മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതുപോലെ റെഗുലറായിട്ടുള്ള വഴിയാണ്, ചാടിക്കടന്നൊക്കെ വേണം പോകാൻ. സോ ഇതുപോലെ ഉള്ള സ്പേസസിലൊക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള വഴിയിലൂടെയൊക്കെ നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ അതൊന്ന് ട്രൈ ചെയ്യുക എന്ന് ഞാൻ പറയും. കാര്യം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. കടൽ ഉൾവലി ഉണ്ടാകുന്ന പാത ആയതുകൊണ്ട് അവിടെ ഇതുപോലെ ആൽഗേസും പിന്നെ ഷെൽസ്, കക്ക, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പോകുന്ന വഴി കാണാം. അത് എന്താ ആ സൺലൈറ്റൂടെ അടിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗി അത് കണ്ണുകൊണ്ട് കാണാൻ. ക്യാമറ അത്രയും ഭംഗി തോന്നത്തില്ലെങ്കിലും നേരിട്ട് കാണാൻ നല്ല രസമാണ്. പിന്നെ കുറേ ജെല്ലി ഫിഷസ് ചത്തത് കാണുകയൊക്കെ ചെയ്തു. അത് ഈ കടൽ ഉൾവലിയുമ്പോൾ അവിടെ പെട്ടു പോകുന്നതാണ്. അപ്പം അങ്ങനെ ചത്തുപോയതാണ്. അങ്ങനെ കുറച്ച് നേരത്തെ നടത്തിയതിന് ശേഷം ബോംസെഡ് എത്തിയിരിക്കുകയാണ്. ഇതാണ് ബോംസെഡ്. അങ്ങ് ദൂരെ നോക്കുമ്പോൾ വലിയ മലയായിട്ട് തോന്നിയത് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും ചെറുതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവിടെ വന്നതിന് ശേഷം അവിടെ ചുറ്റുമൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴാണ് താഴെ ആ കരയിലായിട്ട് സീൽസ്, അതായത് കടൽ നീർനായ വന്ന് വേലി കായം കിടക്കുന്നത്. ഒരു 3-4 എണ്ണം ഉണ്ടായിരുന്നു. അത് അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ട ഒരു ഐറ്റമാണ്. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല അവിടെ കാണുമെന്നുള്ളത്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഈ വീഡിയോയിൽ ഞാൻ അഡപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരുത്തൻ അവിടെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നു. അതിനുശേഷം ഇപ്പുറത്ത് ഇപ്പോൾ 2 പേരുണ്ട്. ഇനി ഒരാളെ കൂടെ കാണാം. ഒരാളിവിടെ കരയിൽ കയറി കിടപ്പുണ്ട്, മരന്നടിച്ച് കിടപ്പുണ്ട്, കിടക്കുന്നത്. അപ്പം അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ സീൽ വാച്ചിങ്ങിന് ശേഷം ഹോംസൈഡ് എക്സ്പ്ലോർ ചെയ്തു, ഇപ്പുറ സൈഡിൽ എത്തി. ഇതുകൂടെ കയറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, മുകളിൽ ആൾക്കാർ നിൽപ്പുണ്ട്. അതുപോലൊക്കെ പോയി നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വന്ന വഴി ഇത്രയും തിരിച്ച് നടക്കണമല്ലോ എന്നുള്ള വിചാരം കാരണം പോയില്ല. ഇവിടം വരെ നിന്നിട്ട് പിന്നെ തിരിച്ച് പോയി. അങ്ങനെ ഈ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.